നിങ്ങൾ സൗദിയിലേക്ക് യൂണിഫോം ഗാർമെന്റ് എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു കമ്പനിക്ക് IEC സർട്ടിഫിക്കറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു ID കോഡിന് അപ്ലൈ ചെയ്യണം. അതേപോലെ ഐസ് ഗേറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ യൂണിഫോം ഗാർമെന്റ് ആകുമ്പോൾ RCMCന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഇതെല്ലാം ഒരു വൺ ടൈം പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സൗദിയിലേക്കാവുമ്പോൾ നമുക്ക് പിന്നെ പ്രൊഡക്റ്റിൽ ലേബലിൽ കറക്റ്റ് കോമ്പോസിഷൻ, ഫാബ്രിക്കിന്റെ കോമ്പോസിഷൻ എന്താണെന്നുള്ളത് കറക്റ്റ് വേണം. ഫോർ എക്സാമ്പിൾ പിന്നെ പോളിസ്റ്റർ കോട്ടന്റെ ബ്ലെൻഡ് ആണെന്നുണ്ടെങ്കിൽ പോളിസ്റ്റർ എത്ര പെർസെൻറ്റേജ്, കോട്ടൺ എത്ര പെർസെൻറ്റേജ് വേണമെന്നുള്ളതുണ്ട്. അതേപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ലേബൽ എന്തായാലും ആ ലേബലിൽ എന്തായാലും വരണം. അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ ഇതിന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ഈ ഡോക്യുമെന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് നിർബന്ധമായിട്ട് വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട പാക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും നമുക്ക് വേണം. അതേപോലെ തന്നെ നമുക്ക് ഡ്രോബാക്കിന്റെ ഡിക്ലറേഷൻ ഫോം അത് നിർബന്ധമായിട്ട് സംഭവം വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, ആ ഒരു പേപ്പർ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ ഹോളി ഖുറാന്റെ ഒരു സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അതിന്റെ പേപ്പർ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, പിന്നെ യൂണിഫോമിന്റെ ഗാർമെന്റ് ഏത് രാജ്യങ്ങളിലേക്കും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും.